ഇറാനെ സാമ്പത്തിക ഉപരോധത്തിൽ കുടുക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും ഇസ്രായേലും. ആയുധശേഷി കൊണ്ടും യുദ്ധതന്ത്രം കൊണ്ടും ഇറാനെ വീഴ്ത്താൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ. എന്നാൽ ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തകർത്തും ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതോടെയാണ് സാമ്പത്തിക ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ അമേരിക്ക കൊണ്ടുവന്നെത്തിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ തുടർന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്നും ഇസ്രയേലുമായുള്ള സംഘർഷം ഇനിയുമുണ്ടായാൽ അത് യുദ്ധത്തിന്റെ മറ്റൊരു തലമായിരിക്കുമെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൊഹ്സിൻ റസായി വ്യക്തമാക്കിയിട്ടുണ്ട്. അൽമനാർ വാർത്താചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കടുത്ത പ്രതികരണങ്ങൾ നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നരകത്തിലേക്ക് അയക്കുമെന്നും നെതന്യാഹുവിന്റെ ചെയ്തികൾ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അന്ത്യം വേഗത്തിലാക്കിയിരിക്കുകയാണെന്നും റസായി തുറന്നടിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് നെതന്യാഹു വ്യാജ പ്രചാരണം നടത്തിയതായും റസായി ആരോപിച്ചിരിക്കുകയാണ്. തെറ്റായ വിവരങ്ങൾ കേട്ട് ഭയന്ന ട്രംപ് ഒരു ഫുഡ് ട്രക്ക് തൊഴിലാളിയെ പോലെയാണ് പരിഭ്രാന്തിയോടെ പെരുമാറിയതെന്നും ഇറാൻ നേതാവ് പരിഹസിക്കുന്നുണ്ട്. ലെബനാനിലെ ദാഹിയ, ബൈറൂത്ത് എന്നിവ ഇറാന്റെ ചുവന്ന വരകളാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഭാവിയിലുണ്ടാകുന്ന ഏത് യുദ്ധവും മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നും അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അമേരിക്ക സൈനികമായി പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെന്നും ഇത് തുടർന്നാൽ മേഖലയിലെ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളെ 100% ലക്ഷ്യമാക്കി ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്നും റസായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെടിനിർത്തൽ സമയത്ത് അമേരിക്കയുടെ നാവിക ഉപരോധം മറികടന്ന് 70 മുതൽ 80 ദശലക്ഷം ബാരൽ വരെ എണ്ണ കയറ്റുമതി ചെയ്യാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി ഇറാൻ നേരത്തെ തന്നെ അവകാശപ്പെട്ടതാണ്. സാമ്പത്തിക ഉപരോധം ഇനിയും കടുപ്പിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് ഇറാൻ കടക്കുമെന്നാണ് മറ്റൊരു വെല്ലുവിളി. ഇറാനെതിരെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിലാണ് അമേരിക്കയും ഇസ്രായേലും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉപരോധങ്ങൾ പക്ഷേ ഇറാനെ കനത്ത പ്രഹരം തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അഭിനന്ദിക്കുന്നുമുണ്ട്. ഇറാന് കിട്ടിയ തിരിച്ചടികളുടെ ആകെ തുകയാണെന്ന് കാണാൻ സാധിക്കും. ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങളുമായും എണ്ണ വ്യാപാരവുമായും ബന്ധമുള്ള 60ഓളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കപ്പലുകൾക്കുമാണ് അമേരിക്ക പുതുതായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നീക്കത്തിലൂടെ ഇറാൻ ഭരണകൂടത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഇറാനുമായി യാതൊരുവിധ ചർച്ചകളും നടത്തുന്നില്ലെന്ന് വൈറ്റ് ഹൗസും ചർച്ചകളിലേക്ക് മടങ്ങിവരാൻ ഇറാനോട് സമയപരിധിയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അമേരിക്കയുടെ എണ്ണ കച്ചവടത്തിനെ സാരമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇറാനെ നേരിട്ടുള്ള യുദ്ധത്തിൽ മാത്രം അമേരിക്ക കാര്യങ്ങൾ ഒതുക്കിയത്. എന്നാൽ തോൽക്കാൻ ഉറപ്പില്ലെന്ന് വിളിച്ചു പറഞ്ഞ് ഇറാൻ തിരിച്ചടി കർശനമാക്കിയതോടെയാണ് സാമ്പത്തിക ഉപരോധം എന്ന ബ്രഹ്മാസ്ത്രം തന്നെ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ബാക്കി തുകയാണ് നെതന്യാഹുവിനെ വധിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇറാനിൽ നിന്നുണ്ടാകുന്നത്.